8ാം ക്ലാസ്സുകാരി പെൺകുട്ടി, 8ാം ക്ലാസ്സുകാരി. ടെൻഷൻ കൂടി, 9ക്ക് പാസ്സായ പെൺകുട്ടി. ടെൻഷൻ കൂടിയിട്ട് പിരിമുറുകി വല്ലാത്ത ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ആ പെൺകുട്ടി ബാപ്പയും ഉമ്മയും ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. 8 പഠിക്കുക, 9ലേക്ക് പാസ്സായിട്ടുള്ളൂ. 14 വയസ്സ്, 13 വയസ്സ്. ആ പെൺകുട്ടി വന്ന് ഇരിക്കണം. എന്താ പ്രശ്നം? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. എന്താ പിന്നെ മോളെ ഈ പ്രശ്നം എന്ന് ചോദിച്ചതിന് ആ കുട്ടിയുടെ മറുപടി, ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാണ്. കുട്ടീന്റെ മറുപടി ആലോചിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? കുട്ടി പറയാ, ഗൂഗിൾ പറഞ്ഞു. സെർച്ച് ചെയ്തപ്പോ ഗൂഗിൾ ആദ്യം പറഞ്ഞ ഉത്തരം സസ്പെക്റ്റഡ് പ്രഗ്നൻസി. ആ കുട്ടി അതും കൊണ്ട് വന്ന് ഇരുന്ന് പറയാണ്, ഞാൻ പ്രഗ്നന്റ് ആണോ സംശയമുണ്ട്. അപ്പൊ ചോദിച്ച സ്വാഭാവികമായിട്ട് നമ്മുടെ ചോദ്യം ആരാണ് അതല്ല ചോദ്യം. ഞാനും ചോദിച്ചത് ആ ചോദ്യം ആരാണ്. ആ കുട്ടി പറഞ്ഞ മറുപടി അറിയില്ല. കാരണം എന്താ? ഒരാളല്ല ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത്, അറിയില്ല എന്ന ഉത്തരം. അവളെ ടെൻഷൻ അതാ. ഒരാളാണെങ്കിൽ അതിനെങ്ങനെ കല്യാണം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, അറിയില്ല എന്നാണ്. അവർക്ക് സംശയമാണ്, പ്രഗ്നൻസി ഒന്നുമില്ല. ബാപ്പ ഉമ്മ പൂട്ടിപ്പോകുന്ന വാതിലുകൾ കാമുകന് വേണ്ടി തുറന്നു കൊടുക്കുന്ന മക്കൾ. എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. അതിനിടയിൽ ഈ കുട്ടികളുടെ തലച്ചോറിനെ കാർന്നു തിന്നുന്ന സ്വതന്ത്ര ചിന്ത മറ്റൊന്ന്. കുട്ടി കാണുന്ന റീൽസും ഷോർട്സും ഒക്കെ വല്ലാത്തൊരു ലോകത്തേക്ക്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കാണുന്ന റീൽസ് മേക്കപ്പിന്റെ റീൽസാണ്, ഭംഗി കൂടുന്നതിനെ കുറിച്ചുള്ള റീൽസാണ്, ഷേപ്പ് കൂടുന്നതിനെ കുറിച്ചുള്ള റീൽസാണ്. ചിന്തിച്ചു കുട്ടികൾ കാണുകയാണ്. അതൊക്കെ അതിന്റെ കൂടെ കാണുന്നത് ഈ സ്വതന്ത്ര ചിന്തയാണ്. ചുണ്ട് ചോപ്പിക്കാത്ത മക്കളില്ല. പക്കനയിട്ട പർദ്ദയിട്ട കുട്ടികൾ പോലും ചുണ്ട് ചോപ്പിച്ച് സ്കൂളിൽ വരിക. കുട്ടിന്റെ തലച്ചോറിനകത്ത് ഈ സ്വതന്ത്ര ചിന്തയുടെ വിത്ത് അത് മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. വല്ലാത്തൊരു സ്വാതന്ത്ര്യബോധമാണ് കുട്ടികൾ. ഉണ്ടോ? ആൺകുട്ടി 14കാരൻ ഉമ്മയോട് പറയണത്, എന്നെ നിയന്ത്രിക്കണ്ട, ഞാൻ വലിയ ആളായിരുന്നു. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നൊരു പെൺകുട്ടി, അവക്ക് വയസ്സ് 17. എന്റെ മുമ്പിൽ വരുമ്പോ ജൂൺ മാസം, സ്കൂള് തുറന്ന മാസം. അവള് +1 കഴിഞ്ഞ് +2 പാസ്സായി നിൽക്കുക. ജൂണ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് ഉമ്മയും ബാപ്പയും കൊണ്ടുവന്നത്. പ്രേമാണ് വിഷയം. ഒരു നിലക്കും ബാപ്പാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത പ്രേമം. ആ പെൺകുട്ടി മുമ്പിൽ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞ് ഞാൻ കുറേ സംസാരിച്ചിട്ട് ആ കുട്ടിയോട് അവസാനം ചോദിച്ചു, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? അപ്പൊ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? 18 വയസ്സാവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാനൊന്നും മിണ്ടിയില്ല, ചിരിച്ചു. ഉമ്മനെയും ബാപ്പനെയും വിളിച്ചിട്ട് ഞാൻ സമാധാനിപ്പിച്ചു, സാരല്ല, മോളല്ലേ, കുട്ടിയല്ലേ, ശരിയായിക്കോളും. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുക. ആ ഉമ്മാന്റെ കണ്ണില് കണ്ണീർത്തുള്ളികൾ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കണേ. മുഖത്താകെ പെയ്യാൻ നിൽക്കുന്ന മേഘമുറ്റി നിൽക്കുന്ന മാനം പോലെ ഉമ്മ ഇങ്ങനെ കനത്ത് നിൽക്കാണ്. ഞാനിങ്ങനെ പറഞ്ഞ്, സാരല്ല, ടെൻഷൻ അടിക്കണ്ട, ശരിയാവും, കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടി വീണ്ടും കൈ ഉയർത്തി ഉമ്മാന്റെ നേരെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞ വാക്കുകൾ അതേപോലെ ഉമ്മാനോട് പറഞ്ഞു. ഇതിനെ എന്നെങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? 18 ആവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിച്ചു, മോക്ക് എപ്പോഴാ 18 ആവുക? ആ കുട്ടി പറഞ്ഞു, ഓഗസ്റ്റ് 8-ന് എനിക്ക് 18 ആവും. ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓഗസ്റ്റ് 8-ന് ആ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടും. 18 വയസ്സ് എന്നത് സകല തമ്മാടിത്തങ്ങൾക്കുമുള്ള ലൈസൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ കുട്ടികൾ. വല്ലാത്ത ഒരു സ്വാതന്ത്ര്യ ബോധം. ഉണ്ടോ? എന്നാരും നിയന്ത്രിക്കണ്ട, ഞാൻ പറഞ്ഞതേ നടക്കുള്ളൂ, ഞാൻ എന്റെ ഇഷ്ടം പോലെ നടക്കുമെന്ന് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ലാസ് റൂമിനകത്ത് അധ്യാപകർക്ക് ഒരു നിയന്ത്രണമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന അധ്യാപകരുണ്ടാകും, ഒരു നിയന്ത്രണമില്ല. കുട്ടി പറയുന്ന വാക്കതാ, നിങ്ങൾ പഠിപ്പിച്ചാൽ മതി, എന്റെ തന്തയാവണ്ട. ഭാഷയോട് പറയണ വാക്കാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായി കൊഞ്ചിക്കുഴഞ്ഞു നിൽക്കുന്നത്. റിട്ടയർമെന്റിന് 2 വർഷം മാത്രം ബാക്കിയുള്ള 23-30 വർഷം സർവീസുള്ള ഒരു ടീച്ചർ കാണുകയാണ്. ആ ടീച്ചർ നേരെ സ്കൂളിലേക്ക് വന്നു. ആ കുട്ടി ഇരിക്കുന്ന ക്ലാസ്സിൽ ചെന്ന് കുട്ടിയുടെ ക്ലാസ്സിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ക്ലാസ് അവസാനിപ്പിച്ച് തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ 2ാമത്തെ ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിയുടെ തോളിൽ ഇങ്ങനെ തട്ടി ടീച്ചർ പറഞ്ഞു, മോള് വാ, ഒരു കാര്യം പറയട്ടെ. ആ കുട്ടി എഴുന്നേറ്റു, ടീച്ചറെ കൂടെ നടന്നു. വരാന്തയിൽ കൂടെ നടക്കുമ്പോൾ ഈ ടീച്ചർ പഠിപ്പിച്ചതാണ് ആ കുട്ടീന്റെ ഉമ്മായെ. ആ കുട്ടീന്റെ ഉമ്മ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ എന്റെ മോളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം, അത് പറഞ്ഞിട്ടുണ്ട്.
ആ കുട്ടി വരാന്തേ കൂടി നടക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ ചോദിച്ചു ഉമ്മയെക്കുറിച്ച്, പാപ്പയെക്കുറിച്ച്. ഗൾഫില് പാപ്പക്ക് ജോലിയൊക്കെ ഇല്ലേ മോളെ? ആ പ്രശ്നമൊന്നുമില്ല, ഒക്കെ സുഖാണ്, ഒക്കെ സുഖാണ്. കുട്ടി ഇങ്ങനെ ടീച്ചറെ കൂടെ വരാന്തേ കൂടി വർത്താനം പറഞ്ഞ് നടന്ന് സ്റ്റാഫ് റൂമിനടുത്തെത്താൻ നേരത്ത് ഈ ടീച്ചർ കുട്ടിയെ അല്പം കൂടി ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോളെ ടീച്ചർ ഇങ്ങനെ വരുമ്പോ അങ്ങാടിയില് മോള് ഒരു ഓട്ടോറിക്ഷക്കാരനോട് ഇങ്ങനെ കൊഞ്ചിക്കൊഞ്ഞ് വർത്താനം പറയുന്നത് കണ്ടു. ടീച്ചർക്ക് മനസ്സിലാവും അത് എന്ത് തരം ബന്ധാന്നൊക്കെ. അതുകൊണ്ട് മോളെ അത് വേണ്ട എന്ന് ടീച്ചർ പറയുന്നതിന് മുമ്പ് 2 സ്റ്റെപ്പ് പിറകോട്ട് വെച്ചിട്ട് ആ കുട്ടി 6ാം ക്ലാസ്സുകാരി 12 വയസ്സുകാരി ആ ടീച്ചറോട് 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറോട് മുഖത്ത് നോക്കി പറഞ്ഞത്, ടീച്ചറെ എന്റെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ടീച്ചർ 2 വർഷം കൂടി റിട്ടയർമെന്റ് ഉള്ള ടീച്ചർ ഈ വർഷം തന്നെ പിരിഞ്ഞു പോവാമെന്ന് തീരുമാനിച്ചു. എന്നെ കണ്ടപ്പോൾ എന്നോട് ടീച്ചർ പറഞ്ഞ എന്താ പറയുക, ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ പിരിയണ വെച്ചപ്പോൾ, ഞാൻ ഇനി ഈ സ്കൂളിൽ ശരിയാവില്ല, ഇനി നമുക്ക് ഇതിൽ റോളില്ല, പെട്ടെന്ന് പിരിഞ്ഞു പോവുകയാണ് നല്ലത്. ടീച്ചറുടെ വാക്ക്. വല്ലാത്ത ഒരു കാലം. ഇനി ടെക്സ്റ്റ് ബുക്കുകൾ വരാൻ പോകുന്നു, പുതിയ ടെക്സ്റ്റ് ബുക്ക്. എന്തൊക്കെയാണ് അതിൽ കുത്തി നിറച്ചത്, എന്ത് മതനിരാസമാണുള്ളത്, LGBTQIA പൊളിറ്റിക്സ് ഉണ്ടോ? സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ വരാനിരിക്കുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അവിടെ മതനിരാസത്തിന്റെ സ്വതന്ത്ര ചിന്തയുടെ വിത്തുകൾ കുട്ടിയുടെ ചെവിക്കകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ പൊട്ടിമുളയ്ക്കാണ് നമ്മുടെ വീടകങ്ങളിൽ. അതിനിടയിൽ നമ്മുടെ കുട്ടിയെ നമുക്ക് വളർത്തണം. ഇതാണ് നമ്മുടെ കൗമാരത്തിന്റെ, ആധുനിക കൗമാരത്തിന്റെ പ്രശ്നം. നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ന്യൂനപക്ഷമാണ് ഈ ചിന്ത ചിന്തിക്കുന്നത്. കോഴിക്കോട് ടൗണിനടുത്തുള്ള ഒരു സ്കൂള്, ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്. പറഞ്ഞാൽ നിങ്ങൾ അറിയും, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല സ്കൂളിന്റെ പേര്. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് ഇരിക്കാൻ വയ്യ. കാരണം എന്താണെന്നറിയോ? എന്നും പ്രശ്ന. ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന ഹെഡ് മാസ്റ്ററുടെ അടുത്ത് രക്ഷിതാക്കൾ വന്ന് ചോദിക്കുന്ന ചോദ്യം, എന്റെ മോന്റെ സ്വകാര്യ കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നതെന്നാണ് രക്ഷിതാവ് എന്ന് ചോദിക്കുക. അപ്പൊ രക്ഷിതാക്കൾക്ക് വേണ്ടി മാറ്റം, പുതിയ രക്ഷിതാക്കൾ. കുട്ടി മുടി അല്പം നീട്ടി സ്കൂളിൽ നിന്ന് മുടി വെട്ടാൻ പറഞ്ഞു കുട്ടിയോട്. കുറച്ച് മുടി ഇങ്ങനെ നീണ്ട് വൃത്തികേടായപ്പോ മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, മുടി വെട്ടണം, ഇങ്ങനെ മുടി വെച്ച് സ്കൂളിൽ വരരുത്, ഇതൊരു രസമില്ല, സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ചെറുക്ക നേരെ വീട്ടിൽ പോയിട്ട് അവന്റെ പാരന്റ്സിനോട് പറഞ്ഞു, മുടി വെട്ടാൻ. ഉടനെ അവന്റെ അച്ഛൻ ചോദിച്ച ചോദ്യം, ആരാ പറഞ്ഞു? ടീച്ചറും ഹെഡ് മാഷും ഒക്കെ പറഞ്ഞു. ശരി, നാളെ ഞാനും വരാം സ്കൂളിലേക്ക്. ആ രക്ഷിതാവ് സ്കൂളിൽ വന്ന് ആ ചെറുക്കനെ അടുത്ത് നിർത്തിയിട്ട് ഹെഡ് മാഷോട് പറയാണ്, മുടി നീട്ടാൻ പറ്റില്ല എന്ന് KSRലുണ്ടോ? ഇയാള് പറഞ്ഞു, ഇല്ല. സ്കൂളിന്റെ റൂളിലുണ്ടോ? ഇല്ല. നിയമമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ മാഷ എന്റെ കുട്ടീനോട് മുടി വെട്ടാൻ പറഞ്ഞു? മാഷ് പറഞ്ഞു, അത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുണ്ടോ മുടി വെട്ടണം? അതുകൊണ്ട് എന്റെ മോൻ ഇന്ന് മുതൽ സ്കൂളിൽ കഴിയണ വരെ മുടി വെട്ടൂല. ആരാ പറയണേ? രക്ഷിതാവ്. ആ ചെറുക്കന്റെ മുടി ഇപ്പൊ പെണ്ണുങ്ങളെ വാങ്ങി. ആരുടെ വാശി? രക്ഷിതാവിന്റെ. ഇങ്ങനെയാണ് നമ്മുടെ കുട്ടിയെ നമ്മൾ സ്കൂളിലേക്ക് വിടേണ്ടത്. ഇനി സ്കൂളുകൾക്കകത്തോ ഗവൺമെന്റ് നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത് 70% കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാണ് എന്ന്. രാസലഹരികൾ ഇങ്ങനെ വ്യാപകമായ ഒരു കാലം. ആരാ പറയണത്? ഗവൺമെന്റ്. ഒരു 5 വർഷത്തിനുള്ളിൽ 10,000 ചില്ലുവാനം പേരെ ഗവൺമെന്റിന്റെ കേന്ദ്രത്തിൽ വെച്ച് ലഹരി ഉപയോഗിച്ചതിന് കൗൺസിലിംഗ് നടത്തിയെന്ന് ഗവൺമെന്റിന്റെ റിപ്പോർട്ട്. ഒരു വർഷം 15 കിലോ MDMA പോലെയുള്ള രാസലഹരികൾ എക്സൈസ് പിടിച്ചെടുക്കുന്നു എന്ന് ഗവൺമെന്റിന്റെ കണക്ക്. അതിന്റെ 20-30 ഇരട്ടി നാട്ടിലിറങ്ങി അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് ഗവൺമെന്റിന്റെ കണക്ക്. നമ്മുടെ കുട്ടിയെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആലോചിച്ചു. അപ്പോ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ കൗമാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്.